Good morning. Today we have with us Advocate Manav sir. He is a well-known advocate and practices law in Manjeri. In addition to his profession, he is actively involved in public service and community welfare activities. Good morning, sir. മോർണിംഗ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അരീക്കോടിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അരീക്കോട് ഒരു പക്ഷേ ഈ നാട്ടിലെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പഴയ കാലം മുതലേ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു നാടാണ്. 1905 യഥാർത്ഥത്തിൽ അരീക്കോടിനടുത്ത് പുത്തൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തെ പ്രൈമറി സ്കൂള് സ്ഥാപിക്കപ്പെടുന്നത്, 1905. പിന്നീട് 1911 പൂക്കോട്ട് ചോലയിൽ ഒരു സ്കൂൾ തുടങ്ങുകയും ആ സ്കൂൾ 1914 അരീക്കോട് ഇപ്പോഴത്തെ പുളിക്കൽ സ്കൂൾ എന്നറിയപ്പെടുന്ന UP സ്കൂളിൽ നിൽക്കുന്ന കെട്ടിടമുണ്ട്. OV വിജയനൊക്കെ പഠിച്ചു എന്ന് പറയുന്ന സ്കൂള്. ആ സ്കൂളിൽ അതൊക്കെ പിന്നെ 1905 ഞാൻ പറഞ്ഞ സ്കൂൾ പിന്നീട് 14 അങ്ങോട്ട് പൂക്കോട്ട് ചോല ഉണ്ടായിരുന്ന സ്കൂൾ അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ ആ കാലം മുതൽ, അതായത് ഇൻഡിപെൻഡൻസിൻ്റെ മുമ്പേ തന്നെ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഒരു സ്ഥലമാണ് അരീക്കോട്. മുൻകാലങ്ങളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. അത് ആ വിദ്യാഭ്യാസം ഈ പറഞ്ഞ പ്രൈമറി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പിന്നെ ചരിത്രപരമായ പല കാരണങ്ങൾ കൊണ്ട് 1921 സ്വാതന്ത്ര്യ സമരം അഥവാ മലബാർ കലാപമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതിന് കുറച്ച് ഒരു ചെറിയ ബ്രേക്കൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് പറയുന്ന ഒരു സാധനവും നമ്മുടെ കയ്യിലില്ല. പക്ഷെ പിന്നീട് ഒരു 1944 ആകുമ്പോഴേക്ക് ജമിയത്തുൽ മുജാഹിദീൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു സംഘം രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ആദ്യം മദ്രസ വിദ്യാഭ്യാസമാണ്, പിന്നീട് അത് സുല്ലമുസ്സലാം ഓറിയൻ്റൽ ഹൈസ്കൂളും സുല്ലമുസ്സലാം അറബിക് കോളേജൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ആ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അന്ന് നമ്മൾ ഈ സാക്ഷരത എന്നൊക്കെ പറയുന്നത് ഓരോ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോഡിങ് അറിയാത്തവർ 2030 കഴിഞ്ഞാൽ നിരക്ഷരരാകും എന്നൊക്കെ പറയുന്ന പോലെ മലയാളം എഴുതാനും വായിക്കാനും അറിയുന്ന പോലെ മലയാളത്തിലെ സാക്ഷരത എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറബി മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നതല്ല. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് അരീക്കോട് ഈ ഇങ്ങനെ അറിയാമല്ലോ, അരീക്കോടിൻ്റെ ഒരു ജിയോഗ്രഫി അറിയാമല്ലോ. അപ്പോൾ അരീക്കോടിൻ്റെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഒരു ആശ്രയിക്കാൻ പറ്റിയൊരു കേന്ദ്രമായിരുന്നു അരീക്കോട്. ഉദാഹരണത്തിന് വെറ്റിലപ്പാറ, ഓടക്കഴം, ഉറുങ്ങാട്ടിരി അങ്ങനെയുള്ള പുഴയുടെ അക്കരെ കിടക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ ഒരു അന്നത്തെ കാലത്ത് അവരുടെ ഒരു ടൗൺഷിപ്പ് ഉള്ളത് അരീക്കോടാണ്. അത് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിലായിരുന്നു അരീക്കോട് മാർക്കറ്റ് ഡേ, ചന്ത ദിവസം എന്ന് പറയുന്നത്. അന്നാണ് ഒരാഴ്ചത്തേക്കുള്ള ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുക. ഇന്നത്തെ പോലെ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ എല്ലായിടത്തും സാധനങ്ങൾ കിട്ടുന്ന കടകളോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഒരു 90% ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഈ ചന്ത ദിവസത്തെയാണ്. അപ്പോൾ ആ ചന്തയിലെ എനിക്കൊക്കെ തന്നെ ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഉണ്ട് അത് സംഭവം. ചന്തയിൽ പ്രധാനമായിട്ടും വിറ്റഴിച്ചിരുന്ന ഒരു ഭാഗം ഈ എന്താ പറയുക, പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും അന്നത്തെ കാലത്ത്. അതിൽ പാട്ട് പുസ്തകങ്ങളുണ്ടാവും, മുസാഫുകൾ ഉണ്ടാവും, സബീന, ഏടുകൾ എന്നൊക്കെ പറയുന്ന പഴയ കാലത്തെ ഈ ചരിത്രവും അതുപോലെ തന്നെ ആളുകൾക്ക് വിജ്ഞാനം കിട്ടാൻ പറ്റുന്ന പുസ്തകങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളിൽ മഹാഭൂരിപക്ഷം വിറ്റിരുന്നത് ഈ പറയുന്ന ചന്ത ദിവസമാണ്. അപ്പോൾ ചന്തയിൽ വിറ്റിരുന്ന പുസ്തകങ്ങളിൽ നല്ലൊരു ശതമാനം അറബി മലയാളം ഭാഷയിലായിരുന്നു. അത് സ്ത്രീകളൊക്കെ ധാരാളമായിട്ട് വാങ്ങുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഉണ്ട്. അപ്പോൾ അറബി മലയാളത്തിൽ അത് ഇപ്പോൾ മോയ്ൻകുട്ടി വൈദ്യരുടെ കവിതയാവട്ടെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ചരിത്രമാവട്ടെ അതൊക്കെ ഈ അറബി മലയാളത്തിൽ വാങ്ങി വായിക്കുക എന്നുള്ളത് ഒരു ശീലമാക്കിയിരുന്നു. അപ്പോൾ ആ കാലത്ത് തന്നെ നല്ല ഒരു ശതമാനം ആളുകൾ സാക്ഷരരായിരുന്നു അരീക്കോടും പരിസരത്തും എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ സെയിലിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. മുൻകാലത്തൊക്കെ വിദ്യാഭ്യാസം നേടാൻ ആളുകൾ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്.
കാരണം അന്ന് ഈ പറഞ്ഞ എന്താ പറയുക എലിമെൻ്ററി എഡ്യൂക്കേഷനോ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറിയ ചില സ്കൂളുകൾ മാത്രമാണ് അരീക്കോട് ഉണ്ടായത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉയർന്ന പഠനത്തിന് മിക്കവാറും ആശ്രയിച്ചിരുന്നത് മഞ്ചേരിയെ അല്ലെങ്കിൽ മലപ്പുറത്തെ, പിന്നെ ഫറൂഖ്, കോഴിക്കോട്, ഇങ്ങനെയൊക്കെയായിരുന്നു ആശ്രയം. അപ്പം ഒന്ന് അവിടേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഇന്നത്തെ പോലുള്ള യാതൊരു വിധത്തിലുള്ള ട്രാൻസ്പോർട്ടിങ് സൗകര്യങ്ങളും ഇല്ലാത്തൊരു കാലത്ത് നടന്നു പോയി ഒക്കെയാണ് ആ സ്കൂളിൽ പോയിരുന്നത്. അപ്പോൾ എത്തിപ്പെടുക എന്നുള്ളതിന് ഏറ്റവും അവർ നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, അത് വളരെ പ്രയാസകരമായ പ്രതിസന്ധി തന്നെയായിരുന്നു. കാരണം നടന്നു പോകാൻ കൃത്യമായിട്ട് റോഡുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ക്ഷുദ്രജീവികൾ, വന്യമൃഗങ്ങൾ, അവരൊക്കെ വിഹരിക്കുന്ന ഒരു കേന്ദ്രങ്ങളിലൂടെ പോയിട്ട് വേണ്ടിയിരുന്നു അവർക്ക് ഒരു സ്കൂളിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നല്ല മഴക്കാലമായാൽ പുഴകളിലും തോടുകളിലൊക്കെ വലിയ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിന് കൂടി ഓവർകം ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് പോവുകയോ വരികയൊക്കെ ചെയ്യാൻ. യാത്ര വളരെ ദുഷ്കരമായിരുന്നു നമ്മുടെ പൂർവികരുടേത്. വളരെ പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടം തന്നെയായിരുന്നു അവരത്. ഇന്നിപ്പോൾ അങ്ങനെ ആലോചിച്ചാലും നമുക്കിപ്പോൾ ഈവൻ രാവിലെ ഒരു കോഴിക്കോട് നിന്നൊരു ഫ്ലൈറ്റ് കയറി ബോംബെയിൽ ഒരാൾക്ക് വേണമെങ്കിൽ 8:30 ഫ്ലൈറ്റിന് കയറിയാൽ 10 മണിക്ക് എത്താം. അയാൾക്ക് 10:30 ബോംബെയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സെങ്കിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വൈകുന്നേരം അയാൾക്ക് വേണമെങ്കിൽ 5:30 ഫ്ലൈറ്റിന് അവിടുന്ന് തിരിച്ചു വന്നാൽ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് പൈസ ഉണ്ടെങ്കിൽ ഈവൻ ബോംബെയിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പോരാവുന്ന വിധത്തിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം ആ രംഗത്തുണ്ടായില്ലേ. അപ്പോൾ അത് അന്നത്തെ കാലത്തൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര അഭൂതപൂർവമായ ഒരു മുന്നേറ്റം ആ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ ശ്രമകരമായ ഒരു ഉദ്യമം തന്നെയായിരുന്നു അവർക്ക് ഒരു സ്കൂളിൽ പോയി തിരിച്ചു വരിക എന്നുണ്ടായിരുന്നത്. അതുതന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്നുള്ളതാണ്. ഈ അരീക്കോട് പ്രദേശത്ത് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരുണ്ടാവില്ലേ, അവരാരൊക്കെയാണ്? അതിൽ നമുക്ക് പറയാൻ പറ്റിയ പ്രഥമ ഗണനീയൻ എന്ന് പറയുന്ന ആൾ NV അബ്ദുസ്സലാം മൗലവിയാണ്. അബ്ദുസ്സലാം മൗലവി തുടങ്ങി വെച്ച നവോത്ഥാന പ്രസ്ഥാനം, വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും തന്നെയാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ടത്. കാരണം അബ്ദുസ്സലാം മൗലവിൻ്റെ കാഴ്ചപ്പാട് വളരെ നമുക്കിപ്പോൾ ആലോചിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് തന്നെ അരീക്കോട് മറ്റൊരു പ്രദേശത്തും കാണാത്ത വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടായത്. ഒന്ന്, അദ്ദേഹം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് ആ കാലത്ത് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത. ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ സാമൂഹിക പരിഷ്കർത്താക്കൾ വന്നു, പല ആളുകളും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറലാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള ഏക മാർഗം എന്നുള്ളതിൽ ലോകം എത്തിപ്പെട്ടു. പക്ഷേ അന്ന് പ്രത്യേകിച്ച് അതിന് പല കാരണങ്ങളുണ്ടാവാം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസമൊക്കെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തിയിരുന്നൊരു കാലത്താണ് അബ്ദുസ്സലാം മൗലവി അതിൻ്റെ പ്രാധാന്യം അന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഒന്ന് പ്രഥമ ഗണനീയനായിട്ട് നമുക്ക് പറയേണ്ട ആൾ അബ്ദുസ്സലാം മൗലവി തന്നെയാണ്. എൻ്റെ ഒരു പ്രധാന കാരണം, ഒന്ന് അബ്ദുസ്സലാം മൗലവി ആദ്യം തുടങ്ങിയത് മദ്രസ, ഞാൻ പറഞ്ഞല്ലോ സുല്ലമുസ്സലാം മദ്രസകൾ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് മൗലവി ഖുർആൻ ക്ലാസ് തുടങ്ങി. അന്ന് മൗലവി അധിക്ഷേപിച്ചവരൊക്കെ ഉണ്ട്, അരീക്കോട് ഒരു മൗലവി ഖുർആൻ ക്ലാസ്സിലാക്കി കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപത്തിൽ അദ്ദേഹത്തെ പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ് കേൾക്കാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ നടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേട്ട് അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് അവരൊക്കെ കേട്ട ആൾക്കാരുടെയൊക്കെ നാട്ടിൽ പുതിയ പുതിയ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നുള്ള ചിന്തകളുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലക്ക് എടുത്തു പറയാവുന്ന ഒരു പേര് NV അബ്ദുസ്സലാം മൗലവിയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടി ശിഷ്യനായിട്ടൊക്കെ വന്ന അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ NV ഇബ്രാഹിം മാസ്റ്റർ വന്നു. ഇബ്രാഹിം മാസ്റ്റർ വളർന്ന് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ അഡ്വൈസറി ബോർഡിൽ അരീക്കോട്ടുകാരനായ ഒരാളെത്തി എന്നുള്ള, കേരള ഗവൺമെൻറ്റിൻ്റെ അല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ അഡ്വൈസറി ബോർഡിൽ അദ്ദേഹം എത്തി. CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിലെ പ്രഗത്ഭനായ ഉപമുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ നേതാവൊക്കെ ആയിട്ട് വളർന്ന വലിയൊരാളാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശക സമിതിയിലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങൾ നടപ്പിലാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഈ പറയുന്ന NV. ഞാൻ പറഞ്ഞല്ലോ, ആരെ പറഞ്ഞു? NV ഇബ്രാഹിം സാഹിബ്. രണ്ടാളും കൂടി വന്നുകൊണ്ടാണ് കൺഫ്യൂഷൻ. അദ്ദേഹം അരീക്കോട്, പിന്നെ അദ്ദേഹം സ്കൂളിൽ ഓറിയൻ്റൽ സ്കൂളിൽ അധ്യാപകനായിരുന്നു. പിന്നീട് അവിടുത്തെ പ്രധാന അധ്യാപകനായി അഥവാ ഹെഡ് മാസ്റ്ററായി. പിന്നെ അരീക്കോട് പഞ്ചായത്ത് പ്രസിഡൻ്റായി. ഇന്നിപ്പോൾ ഈ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക മറ്റൊരു പഞ്ചായത്തിൻ്റെ പോലെയല്ല.
അപ്പോൾ നിങ്ങളൊക്കെ വരുന്ന പഞ്ചായത്ത് നോക്കിയാൽ അതിൻ്റെ കുറേ അങ്ങോട്ട് പോയി കുറേ ഇങ്ങോട്ട് പോയി, അതിൻ്റെ ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. പക്ഷെ അരീക്കോട് എന്ന് വെച്ചാൽ അരീക്കോട് നിങ്ങളിങ്ങനെ അരീക്കോട് ടൗണിൽ നിന്ന് പൂങ്കുടി വരെ പോയി, പൂങ്കുടിയിൽ നിന്ന് കാരിപറമ്പ് വന്ന്, കാരിപറമ്പിൽ നിന്ന് പൂക്കോട്ടുചോല വഴി മാതക്കോട് പോയി, മാതക്കോട് നിന്ന് ഇങ്ങനെ ഈ റോഡ് വഴി കിളിക്കല്ലിങ്ങക്ക് വന്ന് തിരിച്ച് അരീക്കോട് പോകുന്ന ഒരു റോഡ് സംവിധാനം ഇവിടെ ഉണ്ടായത് ഈ പറയുന്ന അതൊരു കാഴ്ചപ്പാടിൻ്റെ ആണ്, ഒരു വിഷൻ ഉണ്ടാവും എന്നുള്ള. അന്നത്തെ കാലത്ത് ഇങ്ങനെ അരീക്കോടിനെ റൗണ്ട് ചെയ്യാൻ പറ്റിയൊരു റോഡ് സംവിധാനം ഉണ്ടാക്കുന്ന കാഴ്ചപ്പാട് കൊണ്ടുവന്ന ഒരാളാണ് ഈ പറഞ്ഞ ആൾ ഇബ്രാഹിം സാഹിബ്. അപ്പോൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല വികസന മേഖലയിലും നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അരീക്കോട് ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് അത്. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്ത് തന്നെ നല്ല വികസന കാഴ്ചപ്പാട് ഉണ്ടായതിൻ്റെ ഒരു കാരണം അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസമാണ്. അപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഭരണരംഗത്ത് വന്നാലും അതിൻ്റെ ഒരു അനുരണനം നമുക്ക് ആ മേഖലയിലും കാണാൻ പറ്റും. അതാണ് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയില്ലേ. അപ്പോൾ ആ വിദ്യാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ കാഴ്ചപ്പാടുണ്ടാവും. അതിൻ്റെ ഒരു ഗുണം നാടിനും സമൂഹത്തിനുമൊക്കെ ഉണ്ടാവും എന്നാണ് അബ്ദുസ്സലാം മൗലവി പറഞ്ഞു വെച്ച്. അതുതന്നെയാണ് അരീക്കോടിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായത്. വിദ്യാഭ്യാസപരമായി മലപ്പുറം ജില്ല മുന്നേറുകയാണ്. എന്നാൽ അരീക്കോട് കേന്ദ്രമായി നടത്തി വരേണ്ട പുതിയ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വിവരിക്കാം. നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ അരീക്കോട് ITI ഗവൺമെൻറ് ITI എന്ന് കേട്ടിട്ടുണ്ടാവും. മലപ്പുറം ജില്ലയിലെ ഏക ഗവൺമെൻറ് ITI ആയിരുന്നു അരീക്കോടുത്തത് അന്ന് ഒരുപാട് കാലം. ഇപ്പം പുതിയ ഗവൺമെൻറ് ITIകളൊക്കെ വേറെ വന്നു. പക്ഷെ ജില്ലയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ITI അരീക്കോടാണ്. അപ്പോൾ അരീക്കോട് ആദ്യം ഒരു പള്ളിയുടെ മുകളിലായിട്ടാണ് ITI തുടങ്ങിയത്. പിന്നീട് പൂക്കോട്ടുചോലയിലേക്ക് മാറുകയാണ്, മീൻസ് ഇപ്പോഴത്തെ ITI എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ITI വന്ന അരീക്കോട് ആ ഒരു തലത്തിലുള്ള ഒരു മുന്നേറ്റം പിന്നീട് ഈ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുണ്ടായോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം അന്ന് ITI വന്നതിൻ്റെ ഒരു അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് അരീക്കോട് ഒരു എന്താ പറയുക കൊച്ചിയിലെ കുസാറ്റിനെ പോലെയൊക്കെയുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയൊക്കെ വരേണ്ട ഒരു സ്ഥലമായിരുന്നു അരീക്കോട്. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് ആ തുടക്കത്തിലുണ്ടായ അരീക്കോട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജമിയത്തുൽ മുജാഹിദീൻ വന്നു, സുല്ലമുസ്സലാം സ്കൂള് വന്നു, സുല്ലമുസ്സലാം അറബിക് കോളേജ് വന്നു, പിന്നീട് 90കളിൽ ആദ്യത്തിൽ സയൻസ് കോളേജ് വന്നു. ആ ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റം പിന്നീട് അരീക്കോട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അരീക്കോടിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഞങ്ങളിങ്ങനെ എടുത്ത് നോക്കിയാൽ വയനാട് ജില്ല, കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല ഇതിൻ്റെയൊക്കെ ഒരു സംഗമ ഭൂമിയാണ്. ഇപ്പോൾ വയനാട് തുരങ്കപാതയൊക്കെ കൂടി വരുന്നതോട് കൂടി ഒന്നും കൂടി അതിൻ്റെ ഒരു സെൻട്രൽ വരുന്നൊരു സ്ഥലമാണ് അരീക്കോട്. അപ്പോൾ ഈ 3 ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാവുന്ന വിധത്തിൽ ഒരു സാങ്കേതിക സർവകലാശാലയോ അതല്ല എങ്കിലും ഒരു ബൃഹത്തായ ഒരു എൻജിനീയറിംഗ് കോളേജൊക്കെ എന്നേ വരേണ്ട ഒരു സ്ഥലമാണ് അരീക്കോട്. പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായൊരു വസ്തുതയാണ്. അരീക്കോട് പ്രദേശത്തെ പഴയ വിദ്യാഭ്യാസ രീതിയും പുതിയ വിദ്യാഭ്യാസ രീതിയും തമ്മിൽ എങ്ങനെ നോക്കി കാണുന്നു സാർ? ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്ന് പോലും എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അരീക്കോട് കേന്ദ്രമാക്കി അരീക്കോട്ട് സുല്ലമുസ്സലാമിനെ കേന്ദ്രമാക്കിയിട്ട് കോളേജായാലും സ്കൂളായാലും തങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാക്കി കണക്കാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അരീക്കോട് എന്ന് പറഞ്ഞാൽ അറിയണത് തന്നെ ഈ സുല്ലമുസ്സലാമിൻ്റെ പേരിലാണ്. അപ്പോൾ ആ രീതിയിൽ അരീക്കോട് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബായി അന്ന് വളർന്ന അരീക്കോട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വളർച്ച പിന്നീട് ഉണ്ടാകത്തുകൊണ്ട് ഇപ്പോൾ അരീക്കോട് അങ്ങനെ അരീക്കോട് ലക്ഷ്യമാക്കി വരിക എന്നുള്ള സയൻസ് കോളേജ് ഉണ്ട്, സുല്ലമുസ്സലാം കോളേജ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ സമാനമായ കോളേജുകളും അറബി കോളേജുകളൊക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇന്നുണ്ടല്ലോ. അപ്പോൾ അരീക്കോട് മാത്രമായിട്ട് വരേണ്ട ഒരു സംഗതി ഇന്ന് അരീക്കോടില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ അരീക്കോട് ഉണ്ടാവേണ്ടതായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അരീക്കോട് നിന്ന് പോയ ആൾക്കാരാണ് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ, PSMO കോളേജ് തിരൂരങ്ങാടിയിൽ, MES കോളേജ് മമ്പാട്ട്, ഫറൂഖ് കോളേജ് ഫറൂഖിൽ, ഇത്രയും ഈ ചുറ്റുവട്ടത്തുള്ള കോളേജുകളിലെ ആദ്യകാലത്തെ പ്രൊഫസർമാർ, അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നല്ലൊരു ശതമാനം, ഒരു നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രൊഫസർമാർ വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ അരീക്കോട്ടുകാരായിരുന്നു.
അപ്പോൾ അരീക്കോട്ടുകാർ പോയിട്ടുണ്ടാക്കിയ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നില്ല, പക്ഷെ അരീക്കോട്ടത്തെ വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് ഈ പറഞ്ഞ അരീക്കോടിൻ്റെ പരിസരത്തുള്ള എല്ലാ കോളേജുകളിലും പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിലൊക്കെ വലിയൊരു സംഭാവന കൊടുത്തൊരു സ്ഥലം എന്നുള്ള നിലക്ക് അത്രയും പിന്നെ എന്താ പറയുക റിസോഴ്സസ് ഇഷ്ടം പോലെയുള്ള അതിനാൽ സമ്പന്നമായൊരു സ്ഥലമാണ് അരീക്കോട്. അപ്പോൾ ആ ആൾക്കാർ എന്തോ ദൗർഭാഗ്യവശാൽ അന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, ഇപ്പോഴും വിവിധ കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത്രയും ആളുകൾ ഉണ്ടായിട്ടും അവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി അരീക്കോട് ആ രീതിയിൽ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. ഇപ്പോൾ ആളുകളൊക്കെ ഒരു കോച്ചിങ്ങിന് വേണ്ടി പാലായിലേക്ക് പോവുകയാണ്. കോട്ടയം ജില്ലയിലെ പാലയ്ക്കാണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ അധികം കോച്ചിങ്ങിന് പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ എന്നോ ഉണ്ടാവേണ്ടിയിരുന്നൊരു സ്ഥലം അരീക്കോടാണ്. കാരണം അത്രയും പിന്നെ ഇന്ത്യയുടെ വിവിധ സർവകലാശാലകളിൽ നൈപുണ്യമുള്ള ധാരാളം പ്രൊഫസർമാർ, വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട ഉയർന്ന പോസ്റ്റുകളിൽ എത്തിപ്പെട്ട ഒരുപാട് ആൾക്കാർ അരീക്കോടുണ്ട്. അവർ ആ സേവനം നാട്ടിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലൊരു എഡ്യൂക്കേഷൻ ഹബ്ബ്, അതിന് വലിയൊരു സ്കോപ്പ് അരീക്കോട് ഇന്നുണ്ട്. ഈ പ്രദേശത്തെ വിദ്യാഭ്യാസം വളരാൻ വേണ്ടിയിട്ട് സഹായിച്ച പ്രധാന ഘടകങ്ങൾ ഉണ്ടാവില്ല, അത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം വരാൻ വേണ്ടി സഹായിച്ച ഘടകം എന്ന് പറഞ്ഞാൽ വളരാനുള്ള ഘടകം ഒന്ന് ഇതാണ്. അതായത് നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരുന്നൊരു പശ്ചാത്തലം ഉണ്ടാവും. ആ പശ്ചാത്തലത്തിൽ നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ എവിടെ എത്തൂല എന്ന് പറഞ്ഞൊരു കൂട്ടർ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കും വിദ്യാഭ്യാസത്തിൽ പഠിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരാളിങ്ങനെ വെളിച്ചം കാണിച്ചു തരാനുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം, മുന്നേറണം എന്ന ഒരു പ്രചോദനം, പോസിറ്റീവ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു അടിത്തറ. അങ്ങനെ ഒരു പഠിച്ചു വളർന്നാൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നു, സമൂഹത്തിന് വെളിച്ചം കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബേസ് അരീക്കോട്ടെ ആദ്യകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ സലാം മൗലവി ആയാലും ബീരാൻ സാഹിബ് ആയാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അത് കിട്ടിയ കുറേ ആൾക്കാർ വിദ്യാഭ്യാസമാണ് അതിൻ്റെ പുറകിൽ പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് മറ്റു പലരും വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി തേടിപ്പോയപ്പം അങ്ങക്ക് അരീക്കോടിനടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു 10 വീടെടുത്താലും ഒരു വീട്ടിൽ പോലും ഒരു ഗൾഫുകാരുണ്ടാവില്ല. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ 10 വീടെടുത്താലും 10 വീടും ഒരു പക്ഷേ ഗൾഫ് സ്വാധീനമുള്ള വീടുകളായിരിക്കും. പക്ഷേ അരീക്കോട് നിങ്ങളിങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ, ഞാൻ ഓരോ വീടൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു കുടുംബത്തിലെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയ ഒരാൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബം അരീക്കോട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്ര വലിയ മാറ്റം ഇവിടെ ഉണ്ടായത് ഈ പറയുന്ന ആദ്യകാലത്ത് ഇതിൻ്റെ പ്രോത്സാഹനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തെ എങ്ങനെ ബാധിച്ചു? വിദ്യാഭ്യാസത്തെ ബാധിക്കല്ല, വിദ്യാഭ്യാസം കൊണ്ട് ഈ നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. അത് നിങ്ങൾക്ക് അരീക്കോട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. കാരണം ആ രീതിയിലുള്ള ഇപ്പോൾ രാവിലെ ഒന്ന് അരീക്കോട് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അരീക്കോടത്തെ ആൾക്കാർ മുഴുവൻ എവിടേക്കാണ് പോണത്? സ്കൂളിലേക്ക്, കോളേജിലേക്ക്, അറബി കോളേജിലേക്ക്, മദ്രസയിലേക്ക്, ട്യൂഷൻ സെൻറ്ററിലേക്ക്, കോച്ചിങ് സെൻറ്ററിലേക്ക്, PSC കോച്ചിങ്ങിന്, അങ്ങനെയുള്ള ചെറുതും വലുതുമായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ നോട്ടബിളായിട്ടുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളം അരീക്കോടും പരിസരത്തും ഉണ്ട്. അപ്പോൾ അത് അരീക്കോട് എന്ന് പറയുന്ന ഒരു ടൗണിൽ മാത്രമല്ല, ഇപ്പോൾ കാവന്നൂർ, ഇളയൂർ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എടവണ്ണപ്പാറ, പത്തനാവ്, ഇതൊക്കെ ഈ പരിസരത്തുള്ള എല്ലാ സംഗതികളുടെയും ബേസ് ഉണ്ടായത് ഇവിടെ നിന്നാണ്. അപ്പോൾ ആളുകൾ ഒരു കുട്ടികളെ പഠിപ്പിക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇത്രയധികം സ്ത്രീ വിദ്യാഭ്യാസത്തെ ശാക്തീകരിച്ച വേറെ ഒരു പ്രദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ എത്രയോ കാലം മുമ്പ് പെൺകുട്ടികൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകാൻ തുടങ്ങിയ ആദ്യകാലത്തെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നത് ഒരു മോശമായിട്ട് കണ്ടിട്ടില്ല. പഠിക്കുന്നത് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞ സ്ത്രീകളെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുതന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഒരു നാട്ടിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വിദ്യാഭ്യാസം ഇല്ലാതെ ഇപ്പോൾ പഠിക്കാത്തപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പുതിയ കാലത്ത് ഇപ്പോൾ നിങ്ങളൊക്കെ പുതിയ കാലത്തെ കുട്ടികളാണല്ലോ, ഇപ്പം നല്ല പൈസ ഉണ്ട് ഒരാളെടുത്ത്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പിന്നെ പക്ഷേ അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാളെ വേണ്ടി വരും. അല്ല, ഒരു ഉദാഹരണം, അത് ഇവിടുന്ന് ഉണ്ടായൊരു മാറ്റമാണ്.
പൈസ മാത്രം പോരാ, അതിൻ്റെ കൂടെ വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു ബോധം ആളുകളുടെ ഇടയിൽ നട്ടു വളർത്തിയത് അരീക്കോട്ടെ വിദ്യാഭ്യാസമാണ്. അത് വലിയ മാറ്റം ഉണ്ടാക്കിയത്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റു പല സ്ഥലങ്ങളിലും പൈസ ഉണ്ടായാൽ മതി, എഴുത്തും വായനയൊന്നും വേണ്ട അറിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പോരാ. ഇപ്പോൾ ഒരു പെൺകുട്ടീനെ കല്യാണം ആലോചിക്കുമ്പം ആണിന് നിർബന്ധമാണ് പെൺകുട്ടി പഠിച്ചിരിക്കണം. ഒരു പെണ്ണിന് ആണിന് തിരയുമ്പോൾ പെണ്ണിന് നിർബന്ധമാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത വേണം. മിനിമം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയൊന്നും പോരാ. ഒരു +2 എങ്കിലും പാസ്സാകാത്ത ഒരാൾ ആർക്കും വേണ്ടാത്ത വിധത്തിൽ നമ്മളെ മനസ്സിൽ ഒരു വിദ്യാഭ്യാസത്തിനൊരു ഇടം കിട്ടിയില്ലേ. ആ ഒരു ബോധം വളർന്നത് ആദ്യകാലം മുതലേ ഈ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസം നേടാൻ ആളുകൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു? അല്ല, അതിന് വെച്ചാൽ അതിന് 2-3 സാഹചര്യങ്ങളുണ്ട് അവർക്ക്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് പിന്നെ അവരുടെ കൺമുമ്പിൽ, ഇപ്പോൾ നമ്മളെ മുമ്പിൽ നിങ്ങളെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഏത് സ്കൂളിൽ പോകണം, എന്ത് പഠിക്കണം, ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത്. ഇപ്പോൾ അരീക്കോട് സയൻസ് കോളേജിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടോട്ടി EMA കോളേജിൽ, വെളയിൽ ഗവൺമെൻറ് കോളേജ്, മഞ്ചേരി NSS കോളേജ്, മലപ്പുറം ഗവൺമെൻറ് കോളേജ്, ഇങ്ങനെ നിങ്ങളെ ചുറ്റിലും ധാരാളം കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഓപ്ഷനൊന്നുമില്ല. ഈ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒരാൾ അറിവുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെടുത്ത് പോയി ഇരുന്ന് അയാൾ ഏകാധ്യാപകൻ എന്നൊക്കെ പറയില്ലേ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ സബ്ജക്റ്റുകൾ വ്യത്യസ്തമായി പഠിപ്പിക്കാനൊന്നും ആളില്ല. ഒരധ്യാപകൻ, ഏകാധ്യാപകൻ, പിന്നെ അല്ലെങ്കിൽ ഒരു ഗുരു, അയാളുടെ അടുത്ത് പോയിട്ട് അയാൾക്ക് അറിയുന്ന കാര്യങ്ങൾ അയാൾ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളിൽ അവർക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത്ര പിന്നെ എല്ലായിടത്തും പോയി ഇത് പഠിക്കുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയ സാധനങ്ങൾ അവരെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിസരങ്ങളിലൊക്കെ അവരിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർ അത് പ്രചരിപ്പിച്ചു. അന്ന് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ കൊഴിഞ്ഞുപോക്ക് എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടി പ്രത്യേകം ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്കൂളിൽ പലർക്കും ഭൗതിക സാഹചര്യം കൊണ്ട് സ്കൂളിൽ കൃത്യസമയത്ത് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഒന്നും ഇരിക്കാനൊന്നും പറ്റൂല. ചിലർ 2 ദിവസം വന്നാൽ പിന്നെ വഴിക്ക് വരില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലത്തെയാണ് അവർ അതിജീവിച്ചത്. സാറ് നേരത്തെ പറഞ്ഞ ജമിയത്തുൽ മുജാഹിദീൻ, സുലം സലാം കോളേജ്, ഇവരൊക്കെ ഈ ഒരു വിദ്യാഭ്യാസം വളരാൻ വേണ്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ്. സുല്ലം ഇസ്ലാം സ്ഥാപനങ്ങൾ ആണ് ചില ജമിയത്തുൽ മുജാഹിദീൻ 1944 സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അന്നതൊരു മദ്രസ എന്ന രീതിയിൽ ആണ് അതിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ പരിപാടികൾ തുടങ്ങുന്നത്. 55 സുല്ലം ഇസ്ലാം ഓറിയൻ്റൽ സ്കൂൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അറബി കോളേജാണ് വരുന്നത്. അപ്പോൾ സുല്ലം ഇസ്ലാം സ്ഥാപനങ്ങളല്ലാത്തൊരു സ്ഥാപനം അരീക്കോട് ഉണ്ടായിരുന്നില്ല. അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പുളിക്കൽ സ്കൂള്, താഴത്തങ്ങാടിയിൽ ഒരു മദ്രസ, അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വളർന്ന സ്ഥാപനങ്ങളാണ്, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ. പക്ഷേ ഒരു പിന്നെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റിയ ഒരു സെക്കൻഡറി ലെവലിലേക്ക് വളർന്നൊരു വിദ്യാഭ്യാസം വരുന്നത് ജമിയത്തുൽ മുജാഹിദീൻ സ്ഥാപിച്ചതിൻ്റെ ശേഷം വരുന്ന ഈ സുല്ലം ഇസ്ലാം സ്കൂൾ തന്നെയാണ്. ആ സ്കൂളും അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന അറബി കോളേജും. അതിൽ പിന്നീട് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായ സമയത്ത് ഈ പ്രത്യേകം അനുവദിച്ചിട്ടുള്ള ഈ ഓറിയൻ്റൽ ഹൈസ്കൂളുകൾ. ഓറിയൻ്റൽ ഹൈസ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അറബി ഭാഷ മെയിനും ഉപഭാഷയും, മെയിനും സബ്സിഡിയറി ഒക്കെ ആയിട്ട് എടുത്ത ഭാഷ രണ്ടും അറബിക്കാണ്. അപ്പോൾ അത് ആ ഓറിയൻ്റൽ ഹൈസ്കൂളിൽ നിന്ന് ഒരാൾ 10ാം തരം പാസ്സാകുന്നതോടുകൂടി അന്ന് TTC സമ്പ്രദായങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ LP സ്കൂളിൽ പഠിപ്പിക്കാൻ TTCയും, ഹൈസ്കൂളിൽ LP സ്കൂളും UP സ്കൂളും പഠിപ്പിക്കാൻ TTCയും, ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ B.Ed ആണ്. B.Ed കോളേജുകളൊക്കെ വളരെ അപൂർവമാണ് കേരളത്തിൽ തന്നെ. TTC സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ ജില്ലയിൽ ആകെ ഉണ്ടായിരുന്നത് തിരൂരങ്ങാടിയിലെ ഒരു TTC സ്ഥാപനമാണ് ഉണ്ടായിരുന്നത്, പ്രൈവറ്റ് മേഖലയിൽ. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ മതിയാവില്ലായിരുന്നു. കാരണം സ്കൂളിൽ അവർ കോഴ്സ് കഴിയാൻ കാത്തിക്കാണ് അവരെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ. ഇന്നത്തെ പോലെ സ്കൂളുകളിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് നടക്കുന്ന കാലമല്ല. ഒരാൾ TTC കഴിഞ്ഞ ആൾ കിട്ടാനുണ്ടോ എന്ന് മാനേജർമാർ ഇങ്ങോട്ട് ചോദിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു സമയത്താണ് ഈ ഓറിയൻ്റൽ സ്കൂളുകൾ വരുന്നത്. അങ്ങനെ CH എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയൻ്റൽ സ്കൂളിൽ നിന്ന് അറബി പാസ്സാകുന്ന ഒരാൾക്ക് മറ്റ് പ്രൈമറി സ്കൂളിൽ
അറബി പഠിപ്പിക്കാൻ അധ്യാപകർക്ക് അവർ യോഗ്യരാണ് എന്ന് പറഞ്ഞിട്ടൊരു നിയമം കൊണ്ടു. അതായിരുന്നു ഈ ഓറിയൻ്റൽ സ്കൂളുകളെ ആകർഷിച്ചൊരു പ്രധാന ഘടകം. അവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞോട് കൂടി ഒരാളുണ്ടായി അറബി അധ്യാപകനായിട്ട് ക്വാളിഫൈഡായി. 18 വയസ്സാണ് അന്ന് മുതൽക്കാർക്ക് സർവീസിൽ കയറാം. അങ്ങനൊരു ഒരുപാട് ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് അറബിക്ക് അധ്യാപകരായിട്ട് ജോലി ചെയ്യാൻ കാരണമായത് ഈ ഓറിയൻ്റൽ സ്കൂളുകളാണ്. അത് സ്ഥാപിച്ചത് ഈ ജമിയത്തുൽ മുജാഹിദീനാണ്. അതുകൊണ്ടാണ് അവർക്ക് എവിടെ ചെന്നാലും അങ്ങനെ കുറേ അറബി അധ്യാപകരുടെ ബേസ് ഇവിടുന്നുണ്ടായതുകൊണ്ട് അവർ ആ അരീക്കോട് എന്ന് പറയുന്നതിനോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് അവർക്കുണ്ടായത്. വിദ്യാഭ്യാസം വളരെ കുറവായിരുന്ന സമയത്ത് പോലും അരീക്കോട് ITI ITC പോലെയുള്ള സ്ഥാപനങ്ങളുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇന്ന് അരീക്കോട് എഞ്ചിനീയറിംഗ് പോലെയുള്ള സ്ഥാപനങ്ങൾ വരുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഉത്തരം. അങ്ങനെ ഒരു വളരെ നേരത്തെ തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായൊരു സ്ഥലത്ത് പിന്നീട് ഒന്നാമത് അരീക്കോട് വരണം എന്നുള്ള രീതിയിലുള്ള ഒരു മുറവിളി അരീക്കോട് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പറയില്ലേ കരയുന്ന കുഞ്ഞിന് പാലുള്ളൂ എന്നുള്ളത്. അരീക്കോട് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചെടുക്കുന്നതിൽ ഒരുപക്ഷെ ഇവിടുത്തെ അതിലെല്ലാവരും കുറ്റക്കാരാണ്. രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ പങ്കുണ്ട്, പുതിയ തലമുറക്ക് പങ്കുണ്ട്. അത്രയൊക്കെ മതി എന്നുള്ള ഒരു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളിടത്തേക്ക് പോകാൻ നമ്മൾ പ്രാപ്തരാണെന്നുള്ളൊരു തോന്നലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ അത്ര മതി എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് അങ്ങനെ ഉണ്ടായതാവാം. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ അരീക്കോട് യഥാർത്ഥത്തിൽ പുതിയ തലമുറക്ക് പഠിക്കാൻ പറ്റിയ, ഇനിയിപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നോ ഒന്നും അല്ല സ്വപ്നം കാണേണ്ടത്. ഒരു 50 കൊല്ലം അപ്പുറത്ത് നമ്മളെ നാട് എങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിന് അനുസരിച്ച് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അരീക്കോടിന് ആവശ്യം. കാരണം 50 കൊല്ലം പുറകിലുണ്ടായിരുന്നവർ ഇനി ഒരു 50 കൊല്ലം മുമ്പിലേക്ക് എങ്ങനെ പോകണമെന്ന് ആലോചിച്ച ആൾക്കാരുണ്ടായ നാടാണ് അരീക്കോട്. മനസ്സിലായില്ലേ? അബ്ദുസ്സലാം മൗലവി, NV ഇബ്രാഹിം സാഹിബും ബീരാൻ സാഹിബും ഒക്കെ 50 കൊല്ലം മുമ്പേ നമ്മളെ നാട് എങ്ങനെ നടക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആൾക്കാരാണ്. ആ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു ഭാവനാസമ്പന്നമായ ഒരു സ്ഥാപനങ്ങളുടെ അനിവാര്യത അരീക്കോടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളെ നാട്, ഏത് രീതിയിലായിരിക്കും ആവണം എന്ന് ഇന്ന് വിഭാവനം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യകത അരീക്കോടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചോദിച്ച പോലെ അന്ന് ITIയും ITC ഒക്കെ ഉണ്ടായ അരീക്കോട് ആ ഒരു റേഷ്യോ അനുസരിച്ചിട്ടുള്ള ഒരു പുരോഗതി അരീക്കോട് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അരീക്കോട് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണല്ലോ സുലം സലാം സയൻസ് കോളേജ്, അറബിക് കോളേജ്, ഓറിയൻ്റൽ, ഇതൊക്കെ. ഇതിനൊക്കെ ചരിത്രം എങ്ങനെയായിരുന്നു? അതിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. 1944 ഈ ജമിയത്തുൽ മുജാഹിദീൻ അരീക്കോട് രൂപീകരിക്കുന്നത്. അത് ഒരു കൂട്ടം ആൾക്കാർ അരീക്കോട് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലല്ലോ, 47-ൻ്റെ മുമ്പല്ലേ. അപ്പോൾ അന്ന് അവർ ഈ മദ്രസ സമ്പ്രദായങ്ങളെ ഒന്ന് സയൻറ്റിഫിക്കായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ്. വിദ്യാഭ്യാസപരമായി മുന്നേറാൻ വേണ്ടിയിട്ടും കൂടിയുള്ള കാഴ്ചപ്പാടോടുകൂടി ആ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് പിന്നെ 1955 ആകുമ്പോഴേക്കിന് ഓറിയൻ്റൽ ഹൈസ്കൂൾ സ്ഥാപിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആ സ്ഥാപനം വന്നതോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് അരീക്കോട് ഒരു അടയാളപ്പെടുത്തലുണ്ടായി. പിന്നീട് അതിന്ന് പൊട്ടിവിടർന്ന് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടുണ്ടായ കുറേ സ്ഥാപനങ്ങൾ വന്നു. അതിൻ്റെ ബേസ് അതാണ്. അരീക്കോട് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ച് വലിയ ഉന്നതിയിലെത്തിയ ആൾക്കാരൊക്കെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ ഞാൻ വിട്ടുപോയാൽ അവർക്ക് തോന്നും ഇവർ മാത്രമാണ്. ഓർമ്മയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലിപ്പം എന്താ പറയുക, അരീക്കോട് എല്ലാ മേഖലയിലുള്ള ആളുകളെ അരീക്കോടിന് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊഫസർ ബീരാൻ സാഹിബ് അതിൽ ഫറൂഖ് കോളേജിൻ്റെ ആദ്യകാലത്തെ പ്രൊഫസർമാരിലൊരാളാണ്. പിന്നെ ഒരു ആമിനക്കുട്ടി ടീച്ചർ ഉണ്ടായിരുന്നു. അവർ ഈ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ളൊരു കോർഡിനേറ്ററായിട്ട് സ്ത്രീകളുടെ കൂട്ടത്തു നിന്ന് അവർ വളർന്നു വന്നു. പ്രൊഫസർ NV സുലൈഖ ഉണ്ടായിരുന്നു, PSMO കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്ന അവരുണ്ടായിരുന്നു. പിന്നെ ഒരു ഡോക്ടർ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഡോക്ടർ ഷൗക്കത്ത് അലി പിന്നെ നമ്മളെ MBBS കഴിഞ്ഞ ഡോക്ടറല്ല, ഡോക്ടറേറ്റ് കിട്ടിയ അയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡോക്ടറേറ്റ് കിട്ടിയ അയാൾ കിങ് ഫഹദ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സൗദി അറേബ്യയിലെ അതിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്വൈസറായിരുന്നു, പ്രൊഫസറായിരുന്നു. അയാൾ അരീക്കോട്ടുകാരനാണ്.
അങ്ങനെ പിന്നെ KV സലാഹുദ്ദീൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. KV സലാഹുദ്ദീൻ, അഡ്വക്കേറ്റ് KV സലാഹുദ്ദീൻ. അദ്ദേഹം PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ, PSCയുടെ ചെയർമാനായ ആൾ അരീക്കോട്ടുകാരനാണ്. ഈ സലാഹുദ്ദീൻ്റെ ഒരു രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്. അതിലൊരാൾ SP ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അയാളുടെ പേര് അഹമ്മദ് കുട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം SP ആയിട്ട് റിട്ടയർ ചെയ്തതാണ് ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ വേറൊരു സഹോദരനുണ്ട് പുത്തലത്ത് താമസിക്കുന്ന. അയാൾ KSEBയിലെ ചീഫ് എഞ്ചിനീയറായിട്ട്, എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് ഒരു ചീഫ് എഞ്ചിനീയറേ ഉണ്ടാവുള്ളൂ. ആ കാലത്ത് ഒരു ചീഫ് എഞ്ചിനീയറായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾ അരീക്കോട്ടുകാരനാണ്. ഈ ഓറിയൻ്റൽ സ്കൂളിലൊരു സഫറുള്ള പറഞ്ഞിട്ടൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സഫർ മാഷ് നേരിട്ട് ഡിസ്ട്രിക്ട് ഓഫീസറായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DO ആയിട്ട് ഡയറക്റ്റ് സെലക്ഷൻ വെച്ച് അധ്യാപകരുടെ നിന്ന് ഇൻ്റർവ്യൂ നടത്തിയിട്ട്, കേരളത്തിലെ അധ്യാപകരുടെ നിന്ന് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ് ഈ സഫറുള്ള മാഷ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിലൊരു IPS കിട്ടിയ ഫറാഷ് ഉണ്ട്. ഫറാഷ് അരീക്കോട് ഇൻഫാസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ വളരെ നേരത്തെ ഈ IAS IPS തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ NV ഇബ്രാഹിം സാഹിബ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും ദീർഘകാലം അതിൻ്റെ പിന്നീട് അതും നിലച്ചുപോയി പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഞങ്ങൾ നടത്തിയ ഒരു സ്ഥാപനത്തിൽ പഠിച്ചൊരു കുട്ടിയായിരുന്നു ഈ ഫറാഷ്. അവൻ 8ാം ക്ലാസ് മുതൽ +2 വരെ 4 കൊല്ലം തുടർച്ചയായിട്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നിരുന്നു, കോച്ചിങ് കിട്ടിയിരുന്നു. അതിൻ്റെയൊക്കെ കൂടി അവിടെ നിന്നാണ് അവന് അതിൻ്റെ സ്പാർക്ക് കിട്ടുന്നത്. ആ സ്ഥാപനം അവൻ IPS കാരനാക്കിയെന്നല്ല, പക്ഷേ അങ്ങനെയുള്ളൊരു ആശയം കൊടുക്കുകയും അതിൽ താല്പര്യം ജനിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു ഘടകം അവിടെ നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ അദ്ദേഹം ആറ്റിങ്ങൽ അഡീഷണൽ SP ആയിട്ട് ജോലി ചെയ്യുകയാണ് പുതിയ തലമുറയിൽ. അതുപോലെ വേറൊരു സിറാജ്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഞാൻ ഓർക്കുന്നില്ല, അമേരിക്കയിൽ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ അരീക്കോട്ടുകാരനുണ്ട്. അപ്പോൾ അങ്ങനെ പഴയ തലമുറയിലും പുതിയ തലമുറയിലും പെട്ട ലോകത്തിൻ്റെ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ സംഭാവന ചെയ്യാൻ അരീക്കോടിന് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരു ജില്ലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, എൻ്റെ വാപ്പ ഉണ്ടായിരുന്നു PV മുഹമ്മദ് അരീക്കോട് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഒരിക്കൽ അരീക്കോട് വിദ്യാഭ്യാസ മന്ത്രിയായ ET മുഹമ്മദ് ബഷീർ സുല്ലമുസ്സലാം അറബിക് കോളേജിൽ ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത് അദ്ദേഹം ഒരു കണക്ക് വായിച്ചു. ഞാൻ വാപ്പയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിൽ വളരെ പൂറാണ്. കാരണം വാപ്പ അന്ന് ET മുഹമ്മദ് ബഷീറിന് മുമ്പിൽ ഒരു ഡാറ്റ വായിച്ചിട്ട് പറഞ്ഞു, അരീക്കോടത്തെ ആകെ ഡോക്ടർമാർ ഇത്ര, അരീക്കോട് നിന്ന് പാസ് ഔട്ടായ ആകെ പ്രൊഫസർമാർ ഇത്ര, അരീക്കോടുള്ള ആകെ എഞ്ചിനീയർമാർ ഇത്ര, അരീക്കോടുള്ള ആകെ ഡോക്ടർമാർ ഇത്ര, ഗ്രാജുവേറ്റ്സ് ഇത്ര, അതിൽ വുമൺ ഗ്രാജുവേറ്റ്സ് ഇത്ര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വലിയ ഡാറ്റ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത്രയും ഒക്കെ അരീക്കോട് ഉണ്ടായിട്ടും അരീക്കോടിന് സ്വന്തമായിട്ട് ഒരു കോളേജ് പോലും ഇല്ല എന്നുള്ളത് അരീക്കോടിൻ്റെ ഖേദകരമായ ഒരു അവസ്ഥയാണെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിൽ വാപ്പ ഒരു ഡാറ്റ അവതരിപ്പിക്കുകയാണ്. ആ പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, PV ഇവിടെ ഒരുപാട് ഡാറ്റാസ് പറഞ്ഞു, അത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഈ അരീക്കോട് ഒരു സയൻസ് കോളേജ് എന്തായാലും ഈ മന്ത്രിസഭ അനുവദിക്കുമെന്ന് ഈ പ്രസംഗത്തിൻ്റെ ശേഷം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അഷുറൻസ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അരീക്കോട് സയൻസ് കോളേജ് ഉണ്ടാകുന്നതിൻ്റെ ഒരു ചരിത്രം. ആ സയൻസ് കോളേജിലെ മരണം വരെ വാപ്പ അതിൻ്റെ ഗവേണിംഗ് ബോർഡിലൊരു ഇൻവൈറ്റ് ആയിരുന്നു. ഗവൺമെൻറ് അങ്ങനെ തന്നെ ഒരു ഓർഡർ ഇട്ട്, അങ്ങനെ PV അതുപോലെ വേറൊരു MC മുഹമ്മദ് ഹാജി പറഞ്ഞ ഒരാളുണ്ട്, ഇവരെ രണ്ടുപേരെയും മരിക്കുന്നത് വരെ അതിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് സ്പെഷ്യൽ ഓർഡർ ഇട്ടു. അപ്പോൾ പറഞ്ഞു വന്നത്, അത്രയും ആളുകളെ വിവിധ മേഖലകൾക്ക് സംഭാവന കൊടുക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലമാണ് അരീക്കോട്. ഇപ്പം ഡോക്ടർ സലീമുണ്ട്, മിംസിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, അരീക്കോട്ടുകാരനാണ്. അങ്ങനെ എടുത്ത് നോക്കിയാൽ ഒരുപാട് ഡോക്ടർമാരുടെ ഇത് പറയാനുണ്ട്. അപ്പോൾ ഡോക്ടർമാർ, പ്രൊഫസർമാർ, എൻജിനീയർമാർ, ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു വിഭാഗം ആളുകൾ അരീക്കോടിൻ്റെ സംഭാവനയാണ് ഒരു ഭാഗത്ത്. നിങ്ങൾ വേറൊരു ഭാഗം എടുത്ത് നോക്കൂ, അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു കായിക ചരിത്രമുണ്ട്. നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ പറയാം. അതിൻ്റെ ഒരു കായിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി അരീക്കോട്ടുകാർ നെഞ്ചേറ്റ് പിടിച്ചൊരു കളി ഫുട്ബോളാണ്. അപ്പോൾ ഈ ഫുട്ബോൾ അരീക്കോട് ഇത്രയും വളരാനുള്ളൊരു കാരണം എന്താണ്? അരീക്കോട് MSP ക്യാമ്പുണ്ട്, മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ. ഇന്നത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ കീഴിലാണ്. ആ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്നത് മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ
അമർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരിടമാണ് സ്പെഷ്യൽ പോലീസിൻ്റെ കേന്ദ്രം. അവിടെ പന്ത് കളിക്കാൻ വന്ന ആ കാലത്തെ ബ്രിട്ടീഷുകാർ അവർക്ക് വലിയ ഗ്രൗണ്ടുണ്ട് ക്യാമ്പിനകത്ത്. അപ്പോൾ അവർ പന്ത് കളിക്കുന്നത് ആ മതിലിൻ്റെ മതിലല്ല, ആ ക്യാമ്പ് നേരിട്ടൊന്നും പ്രവേശനമില്ല. പക്ഷെ ദൂരെ നിന്ന് അവർ പന്ത് കളിക്കുന്നത് ഒളിഞ്ഞു നോക്കി കാണുകയാണ് അരീക്കോട്ടുകാർ. അങ്ങനെയാണ് അവർക്ക് പന്ത് കളിയിലോടൊരു എന്താ പറയുക ആഭിമുഖ്യമോ കമ്പം എന്നൊക്കെ പറയുന്ന നമ്മൾ ഭാഷ പറഞ്ഞാൽ അങ്ങനെ ഒരു താല്പര്യം ജനിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അവർക്ക് ആളെ തികയാതെ വരുമ്പോൾ ലോക്കൽ ആൾക്കാരെ അവർ കളിക്കാൻ കൂട്ടും. അങ്ങനെ ആ 1920-കളിൽ തന്നെ അരീക്കോട് പന്ത് കളി വരുന്നുണ്ട്. അതാണ് ഇത്രയധികം പന്ത് കളി അരീക്കോട്ടുകാരെ സ്നേഹിക്കാനുണ്ടായ ഒരു കാരണം. അങ്ങനെ പിന്നീട് അതിൻ്റെയും കൂടി ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ ഇപ്പോൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടി പറയാണ്. അരീക്കോടിൻ്റെ തൊട്ടടുത്ത് തെരട്ടമ്മൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ് യു ഷറഫ് അലി. ഷറഫ് അലി ഒരു കാലത്ത് അരീക്കോട്ടുകാരെ അല്ലെങ്കിൽ മലബാറിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അമർച്ച ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പോലീസാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. പക്ഷേ ചരിത്രം കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ആ മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ കമാൻഡൻ്റായി ഒരു അരീക്കോട്ടുകാരൻ എന്നുള്ളതാണ്. അത് യു ഷറഫ് അലിയാണ്. അദ്ദേഹം പക്ഷേ പോലീസിൽ സെലക്ഷൻ കിട്ടുന്നത് പന്ത് കളി കോട്ടയിലാണ്. അങ്ങനെ പിന്നെ പ്രൊമോഷനായി അദ്ദേഹം അതിൻ്റെ കമാൻഡൻറ്റ് പോസ്റ്റിൽ വരെ എത്തി. ഇപ്പോൾ അദ്ദേഹം സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ യു ഷറഫ് അലി, ഹബീബ് റഹ്മാൻ, ജാബിർ, സക്കീർ ഹുസൈൻ ഇവരൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉയർന്ന പോസ്റ്റിലെത്തി. IM വിജയൻ്റെ കൂടെ പന്ത് കളിച്ച് ഈ പറഞ്ഞ കേരള പോലീസ് ടീം ഉണ്ടാക്കിയപ്പോൾ അതിൽ 8ഓളം ആൾക്കാർ അരീക്കോട്ടുകാരായിരുന്നു. അപ്പോൾ ഒരേ സമയം പഠിച്ചും മുന്നേറിയിട്ടുണ്ട്, അതേസമയം കളിച്ചും മുന്നേറിയിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി അരീക്കോട് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പുതിയ കാലത്ത് അരീക്കോട് മാത്രമല്ല എല്ലാ നാടും നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അതായത് ആളുകളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പുതിയ കാലം പോകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്താ കുറേ പഠിച്ചാൽ എന്ത് കിട്ടും, അതിനെ ലാഭേച്ഛയോട് കൂടി കാണുകയാണെങ്കിൽ ഒരു പക്ഷേ വിദ്യാഭ്യാസം നമുക്ക് നഷ്ടമായിരിക്കും തരിക. അതേ സമയത്ത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടീനെ +2 പഠിപ്പിച്ചു, ഡിഗ്രി പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കണമെങ്കിൽ എത്ര പൈസ ചിലവാക്കണം? നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ ഒരുപാട് ക്ഷമ വേണം, നല്ല സാമ്പത്തികമായിട്ടുള്ള പുതിയ കാലത്ത് നല്ല ബാധ്യതയും വേണം. അതേ സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ ഒരാളെ നേരെ ഗൾഫിലേക്ക് വിട്ടാലോ, ഒരു ജോലിയാണ് ലക്ഷ്യമെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങിയാൽ പോട്ടെ, ഞാൻ മത്സ്യക്കച്ചവടം ഒരു മോശം സംഗതിയല്ല. കാരണം നമ്മളെല്ലാവരും മത്സ്യം കഴിക്കുന്നവരാണ്, ആരെങ്കിലും വിൽക്കാതെ നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷേ നല്ല ലാഭം തരുന്നൊരു ബിസിനസ്സാണ്. എല്ലാവരും അങ്ങനത്തെ ഒരു ഫീൽഡ് മാത്രം തിരഞ്ഞെടുത്താൽ എന്താ സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറക്ക് ഈ ബിസിനസ്സിലെ ലാഭം കിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രവണത വളരുന്നുണ്ട്. ആ പ്രവണത അപകടമാണ്. അങ്ങനെ ഒരു വെല്ലുവിളി എല്ലാ നാടും നേരിടുന്നത് പോലെ അരീക്കോടും നേരിടുന്നുണ്ട്. പുതിയ യൂത്ത്സിന് നല്ല വിഷനും കാഴ്ചപ്പാടും കൃത്യമായി കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, കൊഴിഞ്ഞു പോയവരെ നോക്കാൻ വിദ്യാഭ്യാസ ഓഫീസർമാരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും നോക്കാനൊന്നും ആർക്കും കഴിയില്ല. പക്ഷേ ആ കൊഴിഞ്ഞു പോക്ക് ഒരു തരം അരാജകത്വം സൃഷ്ടിക്കും. പ്രത്യേകിച്ച് അനഭിലഷണീയമായ കുറേ പ്രവണതകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. യുവാക്കൾ ഈ ലഹരിയുടെ പുറകിൽ പോവുക, അതൊക്കെ വരുന്നത് ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഗൈഡ് ലൈന് കൊടുക്കാതിരുന്നാൽ എല്ലാ നാടിനെ പോലെ അരീക്കോടിനും വലിയ അപജയം സംഭവിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഭാവിയിൽ അരീക്കോടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് സർ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഞാൻ എൻ്റെ ഇടയ്ക്ക് നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞത്. ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അത്ര വേഗതയിലാണ് ലോകം അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും എന്താവും നാളെ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ. കാരണം ഇപ്പം 19 മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ അമേരിക്കയിലെത്തുന്നത്. ഇപ്പോൾ അവിടെയാണ് ഇലോൺ മസ്കൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നിട്ട് റോക്കറ്റ് ടെക്നോളജി കൊണ്ടുവരുന്നു. നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ റോക്കറ്റ് ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 19 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഇവിടുന്ന് അമേരിക്കയിൽ എത്താവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാം.
അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വേറെ ഗ്രഹങ്ങളിൽ അന്യഗ്രഹങ്ങളിൽ ചേക്കേറി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ആ രീതിയിലൊക്കെയുള്ള റിസർച്ചുകളും അവിടേക്കൊക്കെ ആളെ കൊണ്ടുപോകാനുള്ള ബുക്കിങ്ങുകളും ഒക്കെ ആരംഭിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മളെ ചിന്ത എന്താണ്? നമ്മളെ സ്കൂളിന് ഒരു നല്ല ഓഡിറ്റോറിയം വേണം, നമ്മളെ സ്കൂളിന് ഒരു പുതിയ ഹൈടെക് കെട്ടിടം വേണം, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ലാബ്. നമ്മളിപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് കൊല്ലം പുറകിലാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ വെർച്വൽ ക്ലാസ് റൂമുകൾ വന്നു. നമുക്ക് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലോ ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ഉള്ള ഒരു ക്ലാസ് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ അവിടെ കിട്ടുന്ന അതേ വിദ്യാഭ്യാസം ഇവിടെ നമുക്ക് കിട്ടുന്ന സാങ്കേതിക വിദ്യ വന്നു. പക്ഷേ ആ സാങ്കേതിക വിദ്യക്ക് അനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ നാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഈ കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു വഴി. അതേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് വരണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അരീക്കോട് സ്കൂൾ പരിസരത്ത്, ഇപ്പോൾ അരീക്കോടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അരീക്കോട് സ്കൂളുണ്ട്, കോളേജുണ്ട്, അറബി കോളേജുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ട്യൂഷൻ സെൻ്റർ ഉണ്ട്, കോച്ചിങ് സെൻ്റർ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ കോഡിംഗ് ഭാഷ പഠിക്കുന്ന എത്ര പേരുണ്ടായിരിക്കും? വളരെ കുറവായിരിക്കും. ഒരു പക്ഷേങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തെയോ 2 മാസത്തെയോ ഒക്കെ സ്പെഷ്യൽ കോഴ്സുകളൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കോഡിംഗ് ഇല്ലാതെ ഇനി നമുക്കൊരു 2030 കഴിയുമ്പോഴത്തേക്കിനും ഈ ആളുകൾ, സെക്യൂരിറ്റി നിൽക്കുന്ന ആൾ, നമ്മളിപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മളെ സാധനമൊക്കെ നോക്കുന്ന, നമ്മളെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുക, അതൊക്കെ ഇപ്പോൾ പല എയർപോർട്ടിലും പോയി. അവിടെയൊക്കെ നിൽക്കുന്ന സെക്യൂരിറ്റി ആരായി മാറി? AI ആയി. മനസ്സിലായില്ലേ? AI നിയന്ത്രിത റോബോട്ടുകളായി. അപ്പോൾ ആ റോബോട്ടിന് കടന്നിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു മിനിമം അതിൻ്റെ ഒരു കോഡ് ഭാഷയെങ്കിലും ഓരോ മനുഷ്യനും പഠിക്കേണ്ടി വരും. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസരിച്ചിട്ടുള്ള പുതിയ കോഴ്സുകൾ കൊണ്ടുവരണം. ആ കോഴ്സുകളിലേക്ക് പുതിയ കാലത്ത് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അരീക്കോടിൻ്റെ വിദ്യാഭ്യാസ മേഖല എല്ലാവരുടെയും കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാ നാടും പോകുന്നത് പോലെ ഒരു സ്വാഭാവിക പരിണാമം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തൊരു സ്പീഡി പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മളെ റാം ഒന്ന് വലുതാക്കണം. അതാണ് അതിന് ചെയ്യുന്നത്. Thank you, sir, for your valuable time and sharing.